ചിറയൻകീഴിൽ വീട് കത്തിച്ചതും മറ്റൊരു വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ തീയിട്ട് നശിപ്പിച്ച കേസിലെ സൂത്രധാരനടക്കം പോലീസ് പിടിയിൽ. ഇക്കഴിഞ്ഞ നവംബർ 19 ചിറയൻകീഴ് പുതുക്കരിയിലെ BJP സ്ഥാനാർത്ഥി ടിൻഡു വിജയന്റെ വിളയിൽ വീട്ടിൽ അതിക്രമിച്ച് കയറി അടുക്കള ഭാഗത്തെ വാതിലിനും തറയിലിട്ടിരുന്ന ചവിട്ടിയും സമീപത്ത് ജനലും തീയിട്ട് കത്തിച്ചു നശിപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതികളായ അഞ്ചുതെങ്ങ് സ്വദേശിയും നിലവിൽ കൊല്ലം ജില്ലയിലെ നെടുമ്പന കഷായമുക്ക് കനാൽ ശരണ്യ ഭവനിൽ 25 വയസ്സുള്ള ആൻഡ്രൂസ് എന്ന് വിളിക്കുന്ന അജിത്ത്, ഇളമ്പല്ലൂർ പെരുമ്പുഴ ഈറ്റുകുഴി ദീപ്തി ഭവനിൽ 22 വയസ്സുള്ള ജോബിൻ എന്നിവരെയും ഡിസംബർ 1-ാം തീയതി ടിൻഡു വിജയന്റെ അമ്മാവനും ആനത്തലവട്ടം MG ജംഗ്ഷനിൽ RSS പ്രവർത്തകനുമായ ബാബുവിന്റെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന പാസഞ്ചർ ഓട്ടോറിക്ഷയും ബൈക്കുകളും കത്തിച്ച കേസിലെ കൂട്ടുപ്രതിയുമായ അഞ്ചുതെങ്ങ് മുടിപ്പുര കൊച്ചു പടുതിട്ട വീട്ടിൽ 40 വയസ്സുള്ള ജിജിത്ത് എന്ന് വിളിക്കുന്ന ജിജിത്ത് മോഹനൻ എന്നിവരെയും കേസിലെ സൂത്രധാരൻ വിദേശത്ത് ജോലിയുള്ള ശാർക്കര പുതുക്കരി നികഴ്ത്തിൽ വീട്ടിൽ 53 വയസ്സുള്ള സതീശൻ എന്നിവരെയുമാണ് ചിറയൻകീഴ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കുടുംബപരമായി വസ്തുസംബന്ധമായ തർക്കം നിലനിന്നിരുന്നതിനുള്ള വിരോധത്താലാണ് കൃത്യം നടത്തിയതായി പോലീസ് പറയുന്നത്. നവംബർ കഴിഞ്ഞ മാസം 19-ാം തീയതി രാത്രി ഈ പുതുക്കരിയിലുള്ള ഈ വിജയൻ എന്ന് പറഞ്ഞ ആളുടെ വീടിൻ്റെ പുറകുഭാഗം കത്തിക്കുകയും അതേപോലെ തന്നെ 30-ാം തീയതി രാത്രി ആനത്തലവട്ടത്തുള്ള ബാബു എന്ന ആളുടെ വീടിൻ്റെ മുമ്പിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോയും ബൈക്കുകളും തീവെച്ച് നശിപ്പിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. ഈ സംഭവത്തെ തുടർന്ന് ചിറയൻകീഴ് പോലീസ് അന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഫോറൻസിക്കിൻ്റെയും സയൻറ്റിഫിക് എക്സ്പേർട്ടുകളുടെയും സൈബർ എക്സ്പേർട്ടുകളുടെ ഒക്കെ സഹായത്തോടുകൂടി ഈ കേസിൻ്റെ അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഈ വിജയൻ്റെ വീട്ടുകാരുമായി നേരത്തെ മുൻ വൈരാഗ്യമുണ്ടായിരുന്ന, നേരത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്ന സതീശൻ എന്ന് പറഞ്ഞ ആളിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുകയും ഈ അന്വേഷണത്തിൽ സതീശൻ അഞ്ചുതെങ്ങ് സ്വദേശി സതീശൻ്റെ പരിചയത്തിലുള്ള ഒരു ജിജിത്ത് എന്ന് പറഞ്ഞ ഒരാൾ മുഖാന്തരം ഏർപ്പാട് ചെയ്ത അജിത്ത് ആൻഡ്രൂസ് എന്ന് പറഞ്ഞ ആൾ, അജിത്ത് ആൻഡ്രൂസ് എന്ന് പറഞ്ഞ ആളിനെ ഏർപ്പാട് ചെയ്തു. അജിത്ത് ആൻഡ്രൂസ് നിരവധി കേസുകളിലെ പ്രതിയാണ്. സതീശൻ ജിജിത്ത് വഴി പരിചയപ്പെട്ട അജിത്ത് ആൻഡ്രൂസിന് ഈ ചുമതല ഏൽപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അജിത്ത് ആൻഡ്രൂസും മറ്റൊരാളും കൂടി വന്ന് 19-ാം തീയതി ഇവിടെ വന്നു മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുകയാണ് ചെയ്തത്. ആറ്റിങ്ങൽ DYSP മഞ്ജുലാലസിന്റെ നിർദ്ദേശാനുസരണം ചിറയൻകീഴ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ VS അജീഷ്, സബ് ഇൻസ്പെക്ടർമാരായ ശ്രീകുമാർ, A ബിജു, അസീം, പ്രദീപ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ ബൈജു, മനോജ്, പ്രദീപ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിജേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ വിഷ്ണു, രതീഷ് എന്നിവരുൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘമാണ് വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞു വന്നിരുന്ന പ്രതികളെ സാഹസികമായി അറസ്റ്റ് ചെയ്തത്. സംഭവം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടന്നു വരുന്നതായും കൃത്യത്തിൽ ഉൾപ്പെട്ട മറ്റു പ്രതികളും ഉടൻ പിടിയിലാകുമെന്നും പോലീസ് അറിയിച്ചു. ഇതിനുശേഷം ഈ വിജയന്റെ ബന്ധു തന്നെയാണ് ബാബു. ആ ബാബുവിനോട് നേരത്തെ വൈരാഗ്യം ഉള്ള സതീശൻ ഏർപ്പാട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ 1-ാം തീയതി വെളുപ്പിന് 30-ാം തീയതി രാത്രി ഈ അജിത്ത് ആൻഡ്രൂസും അയാളോടൊപ്പം തന്നെ കുണ്ട്ര സ്വദേശിയുമായ ജോബിൻ എന്ന് പറഞ്ഞ ഒരാളും രണ്ടുപേരും കൂടി ബൈക്കിൽ വരികയും പെട്രോളുമായി വന്ന് ആ കോമ്പൗണ്ടിൽ കയറി ഓട്ടോയിലും ബൈക്കിലും എല്ലാം പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയാണ് ചെയ്തത്. ഇതിൽ സതീശൻ ഈ സമയത്തെല്ലാം തന്നെ ഗൾഫിലാണ്. ഗൾഫിൽ നിന്നുകൊണ്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തത്. ഈ വിവരത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ പ്രതികളായി പറയുന്ന അജിത്ത് ആൻഡ്രൂസിനെയും ജോബിനെയും ജിജിത്തിനെയും അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ സംഭവത്തിന് ശേഷം ഇതെന്തായി എന്നൊക്കെ അറിയാൻ തിരിച്ച് നാട്ടിൽ കഴിഞ്ഞ ദിവസം സതീശൻ എത്തുകയുണ്ടായി. സതീശൻ അറിഞ്ഞ് സതീശനെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരാളെ കൂടി ഇതിനകത്ത് പങ്കെടുത്തതായിട്ടാണ് നമുക്ക് പ്രാഥമികമായിട്ട് വിവരമുള്ളത്. അയാളെ കൂടി അറസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. തലസ്ഥാന വാർത്തകൾ ചിറയൻകീഴ്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Arabian Fashion Jewelry Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം.
നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.